ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും സുഖവും സന്തോഷങ്ങളും ഉണ്ടായിരിക്കുന്നതിലേക്കായി മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഗുരുവും സംഘവും എല്ലാ വർഷവും ചെയ്യാറുള്ള തീർത്ഥയാത്രയും അതിൻ്റെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടില്ലായിരുന്നു. ആ കാരണങ്ങളൊക്കെ കഴിഞ്ഞ ഒരു യാത്രാമധ്യയുള്ള പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. വീണ്ടും നമ്മുടെ പ്രഭാഷണങ്ങൾ അടുത്ത ആഴ്ച, 2 ആഴ്ചയിൽ ഒരിക്കലേ ഇനിയുണ്ടു. ഏകദേശം കാര്യങ്ങളൊക്കെ ഗുരു പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കേട്ട് മനസ്സിനെയൊക്കെ മാറ്റിയെടുക്കണം. ഇടയ്ക്കൊക്കെ പ്രഭാഷണങ്ങൾ ചെയ്യാം. പഴയതുപോലെ എല്ലാ ആഴ്ചയിലും ഉണ്ടാകില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. എന്നിരുന്നാലും ഈ കാലയളവിൽ വന്ന ഒത്തിരി മെസ്സേജുകൾ ഇപ്പോഴും വായിക്കുവാനുണ്ട്, സന്ദേശങ്ങൾ കേൾക്കുവാനുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ വരുന്നു. മഹാദേവ പ്രചാരക സംഘം എന്ന മഹാദേവന്റെ കുഞ്ഞുമക്കളിൽ കൂടി, അല്ലെങ്കിൽ പ്രവർത്തകരിൽ കൂടി, വാരണാസിയിലെ ഒരു കോണിൽ ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചും കഴിഞ്ഞു പോയി എന്ന സമയത്ത് ഭഗവത് കൃപയാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കണ്ടുമുട്ടുകയും ഭഗവാൻ എന്താണെന്നും പ്രപഞ്ചവും പ്രകൃതിയും എന്താണെന്നും ഉത്പത്തി എങ്ങനെയാണെന്നും ഭൂമി എന്താണെന്നും ഗ്രഹങ്ങൾ എന്താണെന്നും എല്ലാം പ്രഭാഷണങ്ങളിൽ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രപഞ്ചോൽപത്തി എന്താണെന്നും, മഹാദേവൻ ആരാണെന്നും, അമ്മ പാർവതി ദേവി ആരാണെന്നും, മഹാവിഷ്ണു ആരാണെന്നും, നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയി കണ്ടാരാധിക്കുന്ന ദേവസങ്കല്പങ്ങൾ എന്താണെന്നും ഒക്കെയും ഗുരു വിവരിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിന്റെ സകലതിന്റെയും ഉടമസ്ഥൻ ആരാണെന്നും ഒക്കെയും അക്കമിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ അത്തരത്തിൽ അവിടെ കണ്ടുമുട്ടിയ ആ ഒരു ഭഗവാൻ എത്തിച്ചു തന്ന അവരുമായി സംസാരിക്കുന്ന സമയത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഇത് കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ഗുരു, അതിനായിട്ട് ഗുരു ശ്രമിക്കണമെന്ന് അറിയിച്ചു. എന്നാൽ മഹാദേവന്റെ കൽപ്പനയും ആശ്രമത്തിന്റെ നിയമങ്ങളും, അല്ലെങ്കിൽ ഗുരുവിൻ്റെതായ ഒരു ചിട്ടവട്ടങ്ങളും പ്രകാരം മനുഷ്യ ആരാധനയ്ക്കോ, അല്ലെങ്കിൽ ഭഗവാന്റെ മഹിമകൾ പറഞ്ഞുകൊണ്ടും സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടും മനുഷ്യരുടെ ഇടയിൽ ഒരു മഹാഗുരുവായി വന്ന് പാദങ്ങൾ നീട്ടിക്കൊടുത്ത് അവർ നൽകുന്ന പുഷ്പങ്ങൾ സ്വീകരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് ഗുരുവിന് യാതൊരു ആഗ്രഹവുമില്ല. കാരണം ഭഗവാനും താഴെ ഭഗവാന്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികൾക്കും താഴെ ആണ് ഗുരുവിന് നിൽക്കാൻ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ടാണ് ഗുരു ഇത്തരത്തിൽ പ്രഭാഷണങ്ങൾ ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ ഭഗവാനുമായി ആലോചിക്കുമ്പോൾ തന്നെ ഗുരുവിനെ അറിയാം, ഇത് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ചിലപ്പോൾ 10, 15, 20, 25 പേരെ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് മറ്റെപ്പോഴെങ്കിലും വേണ്ടി എന്തെങ്കിലും ഭഗവാനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കുമെന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ പ്രഭാഷണങ്ങൾ. ഇന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാമല്ലോ, ഏകദേശം 20,000 പേരോളം ഉള്ള നമ്മുടെ ആ ഒരു ചാനലിൽ ഏകദേശം 1000-ഓളം പേർ മാത്രമാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു 500-ഓളം പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് ഗുരുവിനറിയില്ല. അതിലൊരു 100 പേരെങ്കിലും അതനുസരിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. കാരണം അങ്ങനെയാണ്. കാരണം ഇവിടെ വരുന്ന മെസ്സേജുകൾ ആയിരക്കണക്കിനാണ്.
അതിൽ നിന്നൊക്കെ ഗുരുവിന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഗുരുവിന്റെ പ്രഭാഷണങ്ങൾ കേട്ട് ആ ചിട്ടവട്ടത്തോടെ ജീവിതത്തെ മാറ്റിയെടുത്തുകൊണ്ട് ജീവിക്കുന്നവർ ചുരുക്കമാണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടെത്തുവാനും ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. ഇന്ന് തൽക്കാലം കുറച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഗുരു നിർത്തുകയാണ്. യാത്രയുടെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ മാറി ഒന്ന് ഉഷാറായി വരുവാനുണ്ട്. അതിനുശേഷം നമുക്ക് മഹാശിവപുരാണത്തിലെ 1-2 കഥകൾ കൂടി പഠിക്കുവാനുണ്ട്. അതൊക്കെ സ്ഥിരമായി കേൾക്കുന്നവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇവിടെ ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആരും ഉപയോഗിക്കാത്ത, ആ ക്ഷേത്രത്തിലെ ദേവന് പോലും എടുത്ത് അണിയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാതെ വാടി കൊഴിഞ്ഞു പോകുന്ന പുഷ്പങ്ങളിൽ ചിലത് ഒരു മകൾ എടുത്തപ്പോൾ അവിടുത്തെ പൂജാരി ചോദിച്ചു, എന്തിനാ ഇതവിടെ കൊണ്ടുപോകും? അവൾ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ഭഗവാന് ചാർത്തുവാനാണ്, ഞാൻ ഭഗവാന് അണിയിക്കുവാനാണ്. അപ്പോൾ ആ പൂജാരി ചോദിച്ചു, ഏതാ ഭഗവാൻ? എന്ത് ഭഗവാൻ? ഞാൻ എൻ്റെ ഭവനത്തിൽ ശിവഭഗവാനെ ആരാധിക്കുന്നു, ശിവലിംഗ പൂജ ചെയ്യുന്നു. ഇത് കേട്ടതും ആ പൂജാരിക്ക് പറയുവാനായി ഇനി ഒന്നുമില്ല. ആകെ വല്ലാത്ത രീതിയിൽ ആ മകളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുകയും മേലിൽ ഇവിടുന്ന് പുഷ്പങ്ങൾ എടുത്തു പോകരുതെന്ന്, അല്ലെങ്കിൽ അതിന് ആ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തോ പുറത്തോ നിൽക്കുന്നതാണ്, അതെടുത്തു പോകരുതെന്ന് താക്കീത് നൽകുകയും ആ മകൾ വല്ലാതെ മനസ്സ് വിഷമിക്കുകയും ചെയ്തു. അപ്പോൾ അവളുടെ വിഷമം കണ്ടുകൊണ്ട് അവളുടെ ഭർത്താവ്, നീ അവിടുത്തെ പൂവെടുക്കണ്ട, ഞാൻ നിനക്ക് എല്ലാ ദിവസവും പൂ വാങ്ങിച്ചു കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഗുരു ആ മകളോട് പറഞ്ഞു, മകളെ, നിന്റെ മനസ്സാണ് ഭഗവാനുള്ള പൂവ്. നീ ഒരു ഇലനുള്ളി ഭഗവാൻ ഇട്ടാലും അത് ഭഗവാൻ ഇഷ്ടമാണ്. ഇനി പൂവോ ഇലയോ ഒന്നുമില്ലെങ്കിൽ നിന്റെ മുറ്റത്ത് കിടക്കുന്ന ചെറിയ മണൽത്തരികൾ എടുത്ത് ഭഗവാന് നീ അർപ്പിച്ചാലും, കല്ലും മണ്ണും കൊണ്ട് ഭഗവാന് നീ ധാര ചെയ്താലും അതും ഭഗവാൻ ഇഷ്ടമാണ്. കാരണം നിന്റെ മനസ്സ് നീ നിഷ്കളങ്കമായി സൂക്ഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ മറ്റൊരു സംഭവം കേൾക്കൂ. മഹാദേവ പ്രചാരക സംഘത്തിലെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അത് എന്തൊക്കെയാണെന്ന് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞെങ്കിലും ഇത്രയും വിശദമായൊന്നും ഗുരു പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ ആ പ്രവൃത്തിയെ ഒരു മകള് ഇവിടെ ചെയ്യുകയുണ്ടായി. ആ കുട്ടി എഴുതിയിരിക്കുകയാണ്. ഇന്നലെ ഈ കുട്ടിയെ നിങ്ങൾക്ക് അറിയാം. ഇന്നലെ പ്രദോഷ ദിവസത്തിൽ വളരെ ദയനീയ അവസ്ഥ ഞാൻ കണ്ടു. അത് ഞാൻ ഗുരുവിനെ അറിയിക്കുന്നു. എന്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ തിരക്കായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ കാരണം കാര്യങ്ങൾ ഭർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ജോലിക്ക് ഇറങ്ങിയത്. കാരണം സാമ്പത്തികമായൊക്കെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് ജോലിയുണ്ടെങ്കിലും. അത് സ്വന്തം ഭാര്യയോടല്ലാതെ ആരോട് പറയുവാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങും. അതൊക്കെ ഭഗവാൻ മാറ്റിക്കൊടുക്കട്ടെ. അങ്ങനെ വണ്ടി ഓടിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്ത് അമ്പലത്തിൽ ഗേറ്റിൽ ഒരു നല്ല പ്രായമായ അമ്മ ഇരിക്കുന്നു എന്ന് എൻ്റെ ഫോണിൽ എൻ്റെ ഭർത്താവ് മെസ്സേജ് ഇട്ടു. ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ മകള് തന്നെയാണ്. കാരണം ആ കുട്ടിക്ക് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഭർത്താവ് പറയുകയാണ്, നോക്കണേ, ഒരു ശിവകുടുംബമല്ലേ അത്. അല്പമൊക്കെ ദേഷ്യവും ഭഗവാനും കോപിക്കാറുണ്ട് മകളെ. ഭഗവാൻ കോപിക്കുന്നത് പോലെ ഭർത്താവിന്റെ കോപങ്ങൾ കാണുക, വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങ് മാറിക്കോളൂ. നല്ലൊരു ഭർത്താവല്ലേ, നീ നോക്കിക്കേ. ആ ഭർത്താവ് മെസ്സേജ് എടുക്കുക, ആ കുഞ്ഞിന് ആ മകൾക്ക് ഇട്ട് കൊടുത്തു, പോകുമ്പോൾ ഫുഡ്, വെള്ളം എന്നിവ കൊണ്ടുപോകാൻ പറഞ്ഞു. അതായത് അതുവഴി അമ്പലത്തിലേക്ക് പോകുമ്പോൾ കഴിക്കാനായി വൃദ്ധയായ സ്ത്രീക്ക് കഴിക്കാനായിട്ട് വെള്ളമോ ഫുഡോ എന്തെങ്കിലും കൊണ്ടുപോകണം.
ഇത് കണ്ട മാത്രയിൽ തന്നെ ആ മകൾ വെള്ളം, പഴം, ഇങ്ങനെ പല സാധനങ്ങളുമൊക്കെയും എല്ലാം കവറിലാക്കി അതിനെ അങ്ങനെ ഇറങ്ങി. കാരണം ഒറ്റയ്ക്കൊന്നും ആ മകൾ അധികം പുറത്ത് സഞ്ചരിക്കാറില്ല. ഏതെങ്കിലും വണ്ടിയൊക്കെ വരികയാണെങ്കിൽ എൻ്റെ ഹോൺ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പോൾ ഒരമ്മ റോഡിന്റെ അപ്പുറം കാട് പിടിച്ച പുല്ലിലിരിക്കുന്നു. അത് എങ്ങനെയാണ് അമ്പലത്തിന്റെ നടയിലിരുന്ന അമ്മ അപ്പുറത്തെത്തിയെന്ന് നോക്കുക. ഈ അമ്പലത്തിലെ ആൾക്കാർ ഈ അമ്മയെ അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല. നോക്കണേ, ഇതാണ് ഒരു ദേവസ്ഥാനം. ഏത് അമ്പലവുമായിക്കോട്ടെ, ഏത് മൂർത്തിയുടേതുമായിക്കോട്ടെ, ഏത് ദേവനെ പ്രതിഷ്ഠിച്ചതുമായിക്കോട്ടെ, ഒരു ആലംബമില്ലാതെ ഒരമ്മ, പ്രായമായ ഒരു സ്ത്രീ ആ ക്ഷേത്രത്തിന്റെ സമീപത്ത് വന്നിരിക്കുമ്പോൾ അവരെ ആട്ടിപ്പുറത്താക്കി അപ്പുറത്തേക്ക് പോയി ഇരിക്കാൻ പറയുമ്പോൾ അവിടെ ഏത് ദൈവമാണ് ഇരിക്കുന്നത്? ഏത് ഭഗവാനാണ് ഇരിക്കുന്നത്? സകലവരെയും സൃഷ്ടിച്ച, സകലതിന്റെയും ഉടമസ്ഥനായ, ഇത്രയുമൊക്കെ സൃഷ്ടിച്ച മഹാഭഗവാന്റെ ആ ഭഗവാനെ വെച്ച് ആരാധിക്കുന്ന അവിടെ വന്നിരുന്ന ആ സ്ത്രീയെ അവരെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ കഴിയാതെ പോയ, ഇതൊക്കെയാണ് ഹൈന്ദവ സമൂഹത്തിന് പറ്റുന്ന തെറ്റുകളെന്ന് പറയുന്നത്. അവരെന്തോ അശുദ്ധമാണ്, അവരൊരു സ്ത്രീയല്ലേ, അല്ലെങ്കിൽ അവരൊരു മനുഷ്യജന്മമല്ലേ, അവർ ഭഗവാന്റെ സൃഷ്ടിയല്ലേ? ഒക്കെ പോട്ടെ, എന്തു പറയാ. അങ്ങനെ ആ അമ്മയെ അവരെ ആ പുല്ലിന്റെ മേളിൽ അങ്ങോട്ട് മാറിയാണ് അവരിയ്ക്കുന്നത്, ആ സ്ത്രീ. അങ്ങനെ ആ അമ്പലത്തിലെ ആൾക്കാരെല്ലാം കൂടി അവരെ അവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ മാറ്റി. അങ്ങനെ പുല്ലിരിക്കുന്ന അമ്മയ്ക്ക് ആ മകൾ ഭക്ഷണം കൊടുത്തു. ആ അമ്മ കരഞ്ഞുകൊണ്ട് മോളെ എന്ന് വിളിച്ച് ആ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആ കുട്ടിയെ അനുഗ്രഹിക്കുന്നു. എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. കാരണം ആ കുട്ടിക്ക് മനസ്സിലാകുന്നല്ലോ. അപ്പോ നോക്കിക്കേ, തീർത്തും അശരണയായിരിക്കുന്ന ഒരു സ്ത്രീ, ഭൂമിയിലൊന്നും അവകാശമില്ലാതായിരിക്കുന്ന സ്ത്രീ, അനാഥ എന്ന പേരു മാത്രമുള്ള സ്ത്രീ, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു കഴിയുന്നൊരു ആ സ്ത്രീ ഏതോ ജന്മപാപത്തിന്റെ ഫലമായി ഇന്ന് തെരുവിൽ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അവരെ പോയി കണ്ട് അവർക്ക് ഭക്ഷണവും കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റിയപ്പോൾ അവർ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഭഗവാനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ മകളുടെ നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് ആ മകൾ കുറച്ചു നേരം ആ അമ്മയുടെ അടുത്തിരുന്നു. അമ്മയുടെ അടുത്ത് നോക്കിയപ്പോൾ ആ സാരിയിൽ ഒരു പുഴു ഇരിക്കുന്നു. അവരതെല്ലാം തട്ടിക്കളഞ്ഞു. ഇവിടെ ഇപ്പോൾ പുഴു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സൊക്കെ ഒരുമാതിരി വരുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ മകള് ആ പുഴുവിനെ ഒക്കെ തട്ടിക്കളഞ്ഞു. ആ മുഷിഞ്ഞ സാരി കണ്ടപ്പോൾ ആ മകൾക്ക് സങ്കടം തോന്നി. ഇപ്പോൾ വരാന്ന് പറഞ്ഞ് വേഗം വീട്ടിലോട്ട് നടന്ന് അലമാരിയിൽ നിന്ന് നല്ലൊരു സാരിയും കയ്യിലാകെ ഉണ്ടായിരുന്ന 100 രൂപ, അതിൽ 50 രൂപ എടുത്തു. കാരണം മകളുടെ കയ്യിലാകെ 100 ഉള്ളേ, അതിൽ പകുതി എടുത്തു. നോക്കൂ, നമുക്കുള്ളതിന്റെ പകുതി, ഇത് ഗുരു പറഞ്ഞിട്ടുള്ളതാണ്. എടുത്ത് അമ്മയുടെ അടുത്ത് നടന്നു. അത് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ വീണ്ടും കൈ ഉയർത്തി ദൈവത്തെ വിളിച്ച് ആ മകളെ അനുഗ്രഹിക്കുന്ന പോലെ കൈ ഉയർത്തി. എന്നിട്ട് അമ്മയുടെ അടുത്തിരുന്നു. അമ്മയെ തഴുകി തലോടി ആ മകള് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇവിടെ ആ മകൾ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. ഇത് എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും വലിയ അമ്പലത്തിൽ, വിശാലമായ ഭൂമിയിൽ, വലിയ ഊട്ടുപുര, വലിയ സൗകര്യങ്ങളുള്ള അമ്പലം, ഉത്സവത്തിനുള്ള ലക്ഷങ്ങൾ പൊടിച്ചുള്ള ഒരുക്കങ്ങൾ ആവശ്യമില്ല. അതൊക്കെ ഗുരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലക്ഷങ്ങളും കോടികളും ഒക്കെ പൊടിച്ച് ഉത്സവങ്ങൾ നടത്തുകയാണ്. എന്നിട്ടൊരു അമ്മ വിശന്ന് യാചിച്ച് അവിടെ വന്നിരുന്നപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയില്ല. ചിലപ്പോൾ ആ വന്നത് ദൈവീകമായൊരു ശക്തിക്കുടമയാണെങ്കിൽ എന്ത് ചെയ്യും? ആ പാവത്തിന് അവിടെ ഇരിക്കാൻ പോലും ഇവർ സമ്മതിച്ചില്ല. അവിടെ പൂജിക്കുന്ന പൂജാരിമാർക്ക് അവിടുത്തെ അമ്പലത്തിൽ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീക്കൊരു ഭക്ഷണം കൊടുത്തൂടെ? അവരുടെ വിശപ്പ് മാറ്റിക്കൂടെ? പക്ഷെ പിന്നീട് ഈ മകള് വീട്ടിൽ പോയി. പിന്നെ അടുത്ത ദിവസമൊക്കെ പോയി നോക്കിയപ്പോൾ ആ അമ്മയെ അവിടെ കാണാനില്ലെന്നാണ് പറയുന്നത്. നോക്ക്, ഇത്തരം പ്രവൃത്തികളാണ് മഹാദേവ പ്രചാരക സംഘം വർഷങ്ങളായി ചെയ്തു വരുന്നത്. നിങ്ങളൊക്കെ ഇവിടെ അന്നദാനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വിചാരം ഇവിടെ ഞങ്ങളൊക്കെ അന്നദാനം
ആ ഇതിൽ നിന്ന് ഞങ്ങളാണ് അന്നം ഭുജിക്കുന്നത് എന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ കൊടുക്കുന്നതിലൊരു പങ്ക് ഞങ്ങളും കഴിക്കാറുണ്ട് എന്നുള്ളതല്ലാണ്ട് മിക്കവാറും ദിവസങ്ങളിലൂടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിരിക്കും. മിക്കവാറും ഒരു നേരമൊക്കെയാണ് ആഹാരങ്ങൾ. എന്നാൽ മഹാദേവ പ്രചാരക സംഘം ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. അതാ മകൾ ചെയ്തു. എന്തുകൊണ്ടാ മകൾ അങ്ങനെ ചെയ്തു? നോക്കൂ, ചെവി കേൾക്കാൻ പോലും കഴിയാത്തൊരു മകൾ ആ യൂട്യൂബിലെ പ്രഭാഷണങ്ങൾക്ക് കീഴെ എഴുതി വായിക്കുന്നത് സശ്രദ്ധം വായിച്ചുകൊണ്ട് ആ മകളും മകളുടെ ഭർത്താവും അതേപടി ആ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരുവും സംഘവും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ അവിടെ പോയി അവരെ കണ്ടു. അവരെ ആരാ എന്താ ഒന്നും നോക്കിയില്ല. അവർ തെറ്റോ ശരിയോ ഒന്നും നോക്കിയില്ല. അവർ നീചയോ കുലടയോ ദുഷ്ടയോ എന്നോ ഒന്നും നോക്കിയില്ല. അവരുടെ അവസ്ഥ കണ്ട്, അവിടെ ഇരിക്കുന്ന കണ്ട് അങ്ങനെ ചെയ്തപ്പോൾ അവർ ആകാശത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ആ മകളെ അനുഗ്രഹിച്ചുവെങ്കിൽ അവർ ആഹാരം തേടിയിരുന്നൊരു സ്ത്രീയാണ്, അവർ വസ്ത്രം തേടിയിരുന്നൊരു സ്ത്രീയാണ്. അതവർക്ക് കിട്ടി. തിരിച്ചെന്ത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ്, ഇത്തരം പ്രവൃത്തികളാണ് മഹാദേവ പ്രചാരക സംഘം ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ ഒരു നേരം കഴിക്കാനുള്ള ആഹാരത്തെ കലത്തിൽ മൂടി വെച്ചിട്ട് അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പോകുന്നവർക്കല്ല മഹാദേവ പ്രചാരക സംഘം അന്നദാനം ചെയ്യുന്നത്. അടുത്ത അമ്പലത്തിലോ മറ്റെവിടെയെങ്കിലും ഒക്കെയോ അന്നദാനമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിലെ ഉള്ളതെല്ലാം പൂട്ടിക്കെട്ടി വെച്ചിട്ട് പിന്നെ നേരെ ക്ഷേത്രത്തിൽ പോയി കഴിക്കും. അതല്ല അന്നദാനം എന്ന് പറയുന്നത്. അത് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. മുന്നേ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്, നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അന്നദാനം കഴിച്ചോളൂ. 7 ദിവസം സപ്താഹമുണ്ടെങ്കിൽ 7 ദിവസവും പോയി കഴിച്ചോളൂ, അല്ലെങ്കിൽ ഉത്സവ നാളിൽ പോയി കഴിച്ചോളൂ. പക്ഷേ അത്രയും ദിവസം നിങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ അത് പാവപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് നിങ്ങൾ പോയി കഴിക്കാൻ പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് മനുഷ്യർക്ക് അന്നദാനം കൊടുത്തിട്ട് നിങ്ങൾ പോയി കഴിക്കാൻ പോകും. അല്ലാതെ പോയി ഭഗവാന്റെ ചോറാണ്, ഭഗവതിയുടെ ചോറാണ് എന്നൊക്കെ പറഞ്ഞു പോയി കഴിച്ചാൽ ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. അത് ഭഗവാന്റെയുമല്ല ഭഗവതിയുടെയുമല്ല, ക്ഷേത്ര കമ്മിറ്റിക്കാര് ആരിൽ നിന്നൊക്കെ പിരിവെടുത്ത് കൊണ്ടുവന്ന് നടത്തി തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അന്യന് കൂടി ഒരു ഉപകാരമാണെന്ന് തോന്നിയിട്ട് വേണം ചെയ്യാൻ. പോയി കഴിക്കുക, സംതൃപ്തിയോട് കഴിക്കുക. നിങ്ങൾ കഴിക്കുന്നതിന്റെ ഒരു പങ്ക് വഴിയിൽ നിൽക്കുന്ന ഒരാളെ കൂടെ വിളിച്ചുകൊണ്ടുപോയി അയാൾക്ക് കൂടി കൊടുക്കുക. അത് തീരെ നിവർത്തിയില്ലാത്ത മുഷിങ്ങി നിൽക്കുന്ന ഒരാൾ, അവരെ കയറ്റില്ലെങ്കിൽ നിങ്ങളും കഴിക്കണ്ട. അല്ലെങ്കിൽ ഒരു പൊതി വാങ്ങിക്കൊണ്ട് അയാൾക്ക് കൊടുക്കുക, അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരാഴ്ചത്തെ ഭക്ഷണം ദാനം ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മഹാദേവ പ്രചാരക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി നോക്കി, ഇതൊക്കെ ഭഗവാൻ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് ഇട്ടുതരുന്നൊരു പാഠപുസ്തകമാണെന്നേ ഗുരുവിന് പറയുവാൻ കഴിയൂ. കാരണം ഇവിടെ പ്രഭാഷണം കേൾക്കുന്ന 1000 പേരുണ്ടെങ്കിൽ 999 പേർക്കും ചെവി കേൾക്കാം, കണ്ണ് കാണാം, കൈ ചലിപ്പിക്കുവാൻ കഴിയും, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ കഴിയും, മറ്റുള്ളവർക്ക് തിരിച്ചു മറുപടി കൊടുക്കുവാൻ കഴിയും, സംസാരിക്കുവാൻ കഴിയും, സ്വന്തം കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുവാൻ കഴിയും, ആ കുഞ്ഞ് അമ്മേ എന്ന് വിളിക്കുന്നത് കേൾക്കുവാൻ കഴിയും, സ്വന്തം ഭർത്താവിന്റെ സ്നേഹ ലാളനങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും, ഭർത്താവിനോട് സംസാരിക്കുവാൻ കഴിയും, മക്കളോട് സംസാരിക്കുവാൻ കഴിയും. എന്നാൽ ഒരു കുട്ടി മാത്രം, ഇവിടെ നിൽക്കുന്നതിൽ ഒരു കുട്ടി മാത്രം, ആ കുട്ടിക്ക് കേൾക്കുവാൻ കഴിയില്ല, തിരിച്ചു പറയുവാൻ കഴിയില്ല, സ്വന്തം ശബ്ദം പോലും കേൾക്കുവാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു കുട്ടിയെ ഭഗവാൻ നിങ്ങളുടെ മുന്നിലേക്ക് തന്നുവെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ ഒരു പാഠ്യവസ്തുവായിട്ട്, ഭഗവാൻ തന്നൊരു പഠന ഉപകരണമായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ തന്നൊരു അറിവായിട്ട് നിങ്ങൾ ആ കുട്ടിയെ കാണുക. അതെന്നിവിടെ ഗുരു പറയുമ്പോൾ അതങ്ങനെയല്ലേ? നോക്കൂ, ഇവിടെ നിൽക്കുന്നവരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത, നിങ്ങൾ ആരും ചെയ്യാത്ത, നിങ്ങൾ ആരും ഇതുവരെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാത്തൊരു കാര്യം ആ കുട്ടി ചെയ്തുവെങ്കിൽ ഇത് നിങ്ങൾക്കെല്ലാവർക്കുമുള്ളൊരു പാഠമാണ്. ഇത് ഭഗവാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതന്നത് ഒരു പാഠമാണ്. അങ്ങനെയെങ്കിൽ ആ മകളെ മഹാദേവൻ അനുഗ്രഹിക്കാതിരിക്കുമോ? അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കട്ടെ. ആ മകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. അവളുടെ കുറവുകളൊക്കെ ഇല്ലാതാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ.
കാരണം ഗുരു ഇത് പറയുവാൻ കാര്യം അത്തരത്തിലുള്ള മെസ്സേജുകളാണ് വരുന്നത്. ഒരു കാര്യം പ്രാർത്ഥിച്ച് സാധിച്ച് കയ്യിൽ കൊടുക്കുമ്പോൾ പിന്നെ മതി. ഇത് കേൾക്കുമ്പോൾ പലരും ഇനിയിപ്പോൾ മെസ്സേജ് അയക്കുവാൻ തുടങ്ങും. വളരെ കഷ്ടപ്പെട്ട് ഗുരു ഉപവാസവും ഇരുന്ന് കഷ്ടിച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തരുടെ പല കാര്യങ്ങളും, അത് മദ്യപാനമായിക്കോട്ടെ, കുടുംബത്തെ നോക്കാത്തതായിക്കോട്ടെ, ഇതെല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഭഗവാനുമില്ല, ഗുരുവുമില്ല. ഗുരു ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് കൊണ്ടുതരുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചു തരുമ്പോൾ, പിന്നെ നിങ്ങളവിടെ ഭഗവാനെ ഒരിക്കലും കൈവിടരുതേ മക്കളെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്, വീടില്ലാത്തവർക്ക് വീടുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഗുരുവിനെ കൊണ്ട് കഴിയുന്നതല്ല. ഈ ഭൗതികമായ ഒരു കാര്യങ്ങളും ഗുരുവിന് താല്പര്യവുമില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ആവലാതികൾ കേൾക്കുമ്പോൾ അത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമൊക്കെ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ അന്നദാനങ്ങളും നടത്തി നിങ്ങളുടെ ദോഷങ്ങളൊക്കെയും അകറ്റി അങ്ങനെ മുന്നോട്ട് പോയുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ആ ഉണ്ടായി കഴിയുന്ന നല്ല കാര്യങ്ങളെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഭഗവാനെ നിങ്ങൾ മനസ്സുകൊണ്ട് തന്നെ, മനസ്സിനകത്ത് തന്നെ ഇരുത്തി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് കൊണ്ടു തന്നു, പിന്നെ നിങ്ങളത് കൈവിടരുത്. ഇവിടെ അങ്ങനെ കൈവിട്ട അനവധി പേരുണ്ട്. നല്ല കുടുംബാന്തരീക്ഷത്തെ ഭഗവാൻ കൊണ്ട് കൊടുത്തു, പിന്നെ അങ്ങ് വിട്ടുകളഞ്ഞു. ഇപ്പോ പറയുന്നു, അയ്യോ ഗുരുവേ, ഇപ്പൊ പഴയതുപോലെയാ, അങ്ങനെയാ, എന്താ ചെയ്യണ്ടേ, അങ്ങനെയാ, ഇങ്ങനെ. ഗുരു എന്താ ചെയ്യണ്ടേ? ഗുരു എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ. ഇവിടെ പലർക്കും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ല. ഇവിടെ പലരും കേണ് താണ് വീണ് കരയുന്നു. അവരുടെയൊക്കെ ഓരോ ദോഷങ്ങളും ജന്മ പാപങ്ങളും മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അതൊക്കെ മാറുന്നതിന് വേണ്ടി ഗുരു കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെയൊക്കെ ആ ഒരു അനുഗ്രഹങ്ങൾ ലഭിച്ചവർക്ക് പിന്നെ എന്താണ് നമഃശിവായ ജപിച്ചാൽ? മകൾക്ക് വേണ്ടി അമ്മ നമഃശിവായ ജപിച്ചാൽ ശരിയാകുമോ? എന്താ മകൾക്ക് ജപിച്ചാൽ? ഇവിടെ അമ്മയ്ക്കും മകൾക്കും എല്ലാവർക്കും വേണ്ടി ഗുരു ജപിക്കുന്നു, മരുമകൾക്കും എല്ലാവർക്കും വേണ്ടി ജപിക്കുന്നു. എന്താ അവർക്കൊന്ന് ജപിച്ചാൽ? ഒരമണിക്കൂർ സമയം ഒന്ന് ഭഗവാന് കൊടുക്കുക. എന്നാലല്ലേ ഭഗവാൻ കൈവിടാതിരിക്കും. കൂടുതലൊന്നും ഗുരു പറയുന്നില്ല. നമുക്ക് അടുത്ത ഒരു ആഴ്ച പ്രഭാഷണം കാണില്ല. എൻ്റെ അടുത്ത ആഴ്ച നമുക്കൊരു കഥയുമായിട്ട് മഹാശിവപുരാണത്തിലെ ഒരു കഥയുടെ തത്വങ്ങളുമായിട്ട് വരാം. കുറെ സന്ദേശങ്ങളിൽ നിന്ന് ഗുരുവിന് പറയാൻ കുറച്ച് മതിയെന്ന് പറയുന്നത്, പക്ഷെ പറഞ്ഞ് ഒരുപാടായി. അങ്ങനെയാണ് ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെയൊക്കെ കുറവുകളെ എടുത്ത് മാറ്റി അങ്ങ് ദൂരേക്ക് വലിച്ചെറിയുക. നിങ്ങൾക്കുള്ളതിൽ സന്തോഷം കണ്ടെത്തുക. ആ മകളെ പോലെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുക. എല്ലാം ശരിയായി വരും. എല്ലാവർക്കും നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതിനായി ഗുരുവും സംഘവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓണമൊക്കെ അടുത്ത് വരികയാണ്. ഓണാശംസകളൊക്കെ ആ സമയത്തൊക്കെ പ്രഭാഷണങ്ങൾ ചിലപ്പോൾ അത് കഴിഞ്ഞുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും നല്ല രീതിയിലുള്ള ഓണങ്ങൾ നിങ്ങൾ നന്നായിട്ട് ആഘോഷിക്കുക. ആഘോഷിക്കുന്നതിനൊപ്പം കുടുംബപരമായിട്ടൊക്കെ ഇരിക്കുമ്പോഴും കുടുംബത്തിലിരുന്ന് നന്നായിട്ട് ഒക്കെ നമ്മൾ സന്തോഷിക്കുമ്പോഴും ഒരാൾക്ക് കൂടി ഒരു സന്തോഷം നൽകാൻ കൂടി നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ശ്രമിക്കുക. കഴിവില്ലാത്തവർ അത് ചെയ്യേണ്ട. കഴിവുണ്ടെങ്കിൽ സന്തോഷങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ. ഓം ഹര ഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര ഭഗവാനേ അഘോരമൂർത്തി.